നമസ്കാരം. കേരളം ഉൾപ്പെടെയുള്ള തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജോലികൾക്കായി എത്തിയിട്ടുള്ള പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകളെയൊക്കെ നമ്മളെല്ലാവരും പൊതുവെ ബംഗാളികൾ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഒരു മഹാസത്യം, ഇവരുടെ പലരും ബംഗാളികളായിരുന്നില്ല എന്നുള്ളതാണ്. ഇവരിൽ ഭൂരിപക്ഷം പേരും ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി പശ്ചിമ ബംഗാളിൽ കുടിയേറിയെത്തി വരും. അവിടെ എത്തിയതിന് ശേഷം അവിടം ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടു കൂടി എല്ലാവിധ വ്യാജ രേഖകളും സംഘടിപ്പിച്ച് സുഖമായി കഴിഞ്ഞു വരികയായിരുന്നു ഇവരിൽ പലരും. എന്നാൽ ഇപ്പോൾ BJP പശ്ചിമ ബംഗാൾ ഭരണം ഏറ്റെടുത്തോടുകൂടി ഇത്തരക്കാരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുകയാണ്. ഇവരെങ്ങനെയാണ് കൃത്യമായി രേഖകൾ, അതായത് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ സംഘടിപ്പിച്ചതെന്നുള്ള കാര്യവും അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് SIR നടപ്പിലാക്കിയതിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരമാവുകയാണ് ഇവരെ പിടികൂടിയ സംഭവങ്ങൾ. ഇവർക്കായി പ്രത്യേക ജയിലുകൾ തയ്യാറാക്കുകയും ഇവർ നിരവധി പേരെ ഇപ്പോൾ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 4800ഓളം പേരെ ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ്. ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയൊരു വോട്ട് ബാങ്കായിരുന്നു ഇവരിൽ പല വിഭാഗങ്ങളും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ തന്നെയാണ് SIR നടപ്പിലാക്കിയതോടുകൂടി ദീദിക്ക് അവിടെ ഭരണം നഷ്ടപ്പെടാൻ ഇടയായത്. ഏതായാലും സുവേന്ദു അധികാരി പറയുന്നത് ഇനിയും ഏതാണ്ട് 900ഓളം പേരെ ഉടൻ തന്നെ വീണ്ടും നാട് കടത്താൻ ഉള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ്. ഒരുപക്ഷെ സംസ്ഥാനമൊട്ടാകെ ഇനിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ ഒരുപാട് പേർ ഇനിയും പിടിയിലാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വടക്ക് കിഴക്കൻ മേഖല ഉൾപ്പെടുന്ന ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ആ ഒരു വലിയ പ്രദേശം തന്നെ അതീവ സുരക്ഷാ മേഖലയെ കണക്കാക്കിക്കൊണ്ട് വളരെ നിർണായകമായ നീക്കം നടത്താനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സുവേന്ദു അധികാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഈ പശ്ചിമ ബംഗാളിലേക്ക് എത്തുകയും അവിടെ ഈ നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി ബംഗാളുകാരാവുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുകയും മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി തങ്ങൾ ബംഗാളികളാണെന്ന രീതിയിൽ ജോലി ചെയ്യുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് SIR നടപ്പിലാക്കുന്നതിനെ ശക്തമായ രീതിയിൽ നേരത്തെ മമതാ ബാനർജിയും അവർക്കൊപ്പമുള്ള ആളുകളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. മാത്രമല്ല ഇവർ പലരുടെയും പശ്ചാത്തലവും അന്വേഷിക്കുന്നുണ്ട്. അതിർത്തി മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള നിരവധി പേരെങ്കിലും ഇവിടേക്ക് കടന്നു കയറിയിരിക്കാമെന്നും അവരുടെ രാജ്യത്ത് കൊലക്കേസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ പലരും ബംഗാൾ വന്ന് വളരെ സുരക്ഷിതരായി താമസിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, കിഴക്കൻ ബംഗാൾ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിൻ്റെ പരിണതഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിജയമായിട്ടാണ് ബംഗ്ലാദേശിനൊരു പ്രത്യേക രാജ്യം തന്നെ ഉണ്ടായത്. പക്ഷേ അവിടെ നിന്നുള്ള വാർത്തകൾ എപ്പോഴും നിരാശാജനകമായിരുന്നു. ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാനും കുടുംബത്തിനെയും പോലും അവിടെ സൈന്യം കൂട്ടക്കൊല ചെയ്തിരുന്നു. പിന്നീട് അവിടെ നടന്നതെല്ലാം തന്നെ അസ്ഥിര സർക്കാരുകളുടെ ഭരണമായിരുന്നു, പട്ടാള ഭരണമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഇപ്പോഴും സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ജനങ്ങൾ പലരും ഇവിടേക്ക് രഹസ്യമാർഗ്ഗങ്ങളിലൂടെ എത്തുന്നത്. ഇവരെ ഇവിടെ എത്തിക്കാൻ ചില രഹസ്യ മാർഗ്ഗങ്ങൾ പോലും തീർത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സംസ്ഥാനം പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായത്തോടുകൂടി തന്നെയാണ് ഇവർ അവിടെ നിന്ന് കടന്നു വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും സുവേന്ദു അധികാരി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ കാട്ടിക്കൂട്ടിയ അഴിമതിയും ക്രമക്കേടുകളും ക്രൂരതകളും ഒക്കെ തന്നെ തുറന്നു കാട്ടാൻ തന്നെയാണ് അവർ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. കൂടാതെ സ്ത്രീകൾക്കായുള്ള നിരവധി സഹായ പദ്ധതികൾ നേരത്തെയും പശ്ചിമ ബംഗാളിൽ നിലവിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവയെല്ലാം തന്നെ ആളുകൾക്ക് ലഭ്യമാകണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കക്കീൽ കൊടുക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഇപ്പോൾ പിന്തുടർന്ന് കൃത്യമായ നടപടികളെടുക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. ഇതൊന്നും കൂടാതെ തൃണമൂൽ കോൺഗ്രസ്സുകാരെ പല അഴിമതി രാജാക്കന്മാരും ഇപ്പോൾ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തി തങ്ങൾ പണം തിരികെ നൽകാം എന്നുള്ള പ്രഖ്യാപനം പല ഗ്രാമങ്ങളിലും നടത്തുന്നുണ്ട്. ഇത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ജനങ്ങൾ പല സ്ഥലങ്ങളിലും തെരുവിലിട്ട് നേരിടുന്ന, കൈകാര്യം ചെയ്യുന്നവരെ തല്ലുന്ന അവസ്ഥ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും സുവേന്ദു അധികാരി പറയുന്നത് കഴിഞ്ഞ സർക്കാർ നടത്തിയ ഇത്തരത്തിലുള്ള എല്ലാ ക്രമക്കേടുകളും തങ്ങൾ കണ്ടെത്തുമെന്നും അന്ന് ദുരിതാനുഭവിച്ച ജനങ്ങൾക്ക് കൃത്യമായി അവർക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് സുവേന്ദു അധികാരി ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെ സംസ്ഥാനത്ത് വ്യാപക സെൻസസ് നടത്താനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും സുവേന്ദു അധികാരി അധികാരത്തിലെത്തിയോടുകൂടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചെയ്തികൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്തരത്തിൽ 4800 പേരെ നാട് കടത്തിയതിന് പുറമെ മറ്റു പലരും സ്വയം തങ്ങളുടെ തട്ടിപ്പുകൾ പുറത്തു വരും എന്ന് ഭയന്ന് രാജ്യം വിട്ടുപോയതായും പറയപ്പെടുന്നുണ്ട്. അവരെല്ലാം ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തി എന്നും പറയപ്പെടുന്നു. ഏതായാലും ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ അങ്ങോട്ട് പോയതെങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് രഹസ്യമാർഗ്ഗങ്ങളിലൂടെ ഇവിടെ എത്തി തൃണമൂലിൻ്റെ സഹായത്തോടു കൂടി
അവിടെ പൗരന്മാരെ ജീവിച്ചിരുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത നേരത്തെയും പുറത്തു വന്നിരുന്നു. ഏതായാലും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ഒരു പിളർപ്പിനെ നേരിട്ടൊരു സന്ദർഭം കൂടിയാണ്. നേതാക്കന്മാരെല്ലാവരും തന്നെ അധികാരം വിട്ടുകഴിഞ്ഞതോടുകൂടി ഇപ്പോൾ തങ്ങളുടേതായ പാർട്ടി പ്രഖ്യാപിക്കാൻ, അതല്ലെങ്കിൽ മമതയിൽ നിന്ന് വിട്ടുമാറി BJPയിൽ ചേരാനും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉത്തരം മുട്ടിയ അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.